ഹലോ, ഇന്നത്തെ റെസിപ്പി വായിൽ കപ്പലോടുന്ന നല്ല അച്ചാറിൻ്റെ റെസിപ്പിയാണ്. നല്ല നാടൻ ടൈപ്പിലുള്ള നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന ആ ഒരു അച്ചാറാണ് കേട്ടോ. ആ ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. തനി നാടൻ എൻ്റെ വീട്ടിലൊക്കെ ചെയ്യാറുള്ള അച്ചാർ കുറച്ച് മാറ്റമുണ്ട്. അത് ഞാൻ ഇനി ഒരിക്കൽ അപ്ലോഡ് ചെയ്യാം. ഇത് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന ആ ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഏകദേശം 2 കിലോ മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. നല്ല പച്ച മാങ്ങ. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മൾ മാങ്ങ എടുക്കുമ്പോൾ അത് കഴുകിയെടുത്ത ശേഷം നന്നായിട്ട് തുടച്ചെടുക്കണം. ഒട്ടും വെള്ളം ഉണ്ടാകരുത്. അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന കത്തിയും കട്ടിംഗ് ബോർഡും എല്ലാ പാത്രവും ഡ്രൈ ആയിട്ട് വെള്ളമൊക്കെ തുടച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഞാനിപ്പോൾ അത് അരിഞ്ഞ് വെച്ചിട്ടുള്ള മാങ്ങ വേറെ വലിയൊരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കുന്നുണ്ട്. എല്ലാം നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് തുടച്ച പാത്രം തന്നെ എടുക്കാൻ നോക്കുക, വെള്ളമില്ലാത്ത. ശ്രദ്ധിക്കാട്ടോ പ്രത്യേകം. ഇനി ഇതിലോട്ട് ഒരു 5 ടേബിൾ സ്പൂൺ, ഞാനിപ്പോൾ പൊടിയുപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കല്ലുപ്പാണെങ്കിൽ ഒന്നും കൂടെ നല്ലത്. 5 ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. കൈ വെച്ചിട്ടൊന്നും ഇളക്കരുത്. ഇതുപോലെ ഇങ്ങനെ കുറേശ്ശെ ഉപ്പ്, മൊത്തത്തിൽ 5 ടേബിൾ സ്പൂണാണ്. കുറേശ്ശെ ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊരു 5 മണിക്കൂറൊക്കെ ഒന്ന് മാറ്റി വെച്ചാൽ മതി. നമ്മൾ രാവിലെ മാങ്ങ മുറിച്ചിട്ടാൽ നമുക്ക് രാത്രി ആകുമ്പോൾ മസാല അരച്ച് കൂട്ടാം. വൈകിട്ടൊക്കെ ആകുമ്പോൾ മസാല അരച്ച് കൂട്ടാം. അല്ലാന്നുണ്ടെങ്കിൽ രാത്രി വെച്ചിട്ട് രാവിലെ അരച്ച് കൂട്ടിയാലും മതി. ഇനി നമ്മളിത് മൂടി വെച്ചിട്ട് മാറ്റി വെക്കാം കേട്ടോ 5 മണിക്കൂറോളം. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് വറുത്തെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാകുമ്പോൾ ഒന്ന് ഫ്ലെയിം കുറക്കുക. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഉലുവയും 2.5 ടേബിൾ സ്പൂൺ കടുകും എടുത്തിട്ടുണ്ട്. ഗ്രാം വൈസ് നോക്കുകയാണെങ്കിൽ 20 ഗ്രാം ഉലുവയും 25 ഗ്രാം കടുകും എന്ന രീതിയിൽ എടുത്താൽ മതി. എന്നിട്ട് ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വറുത്തെടുക്കാം. നമ്മളിങ്ങനെ വറുത്തെടുക്കുമ്പോൾ കടുക് ഇങ്ങനെ പൊട്ടി വരുന്ന സൗണ്ട് കേൾക്കാം. അതുപോലെ ഉലുവ ചെറുതായിട്ടൊന്ന് കളറ് മാറിയാൽ മതി. അങ്ങനെ കരിഞ്ഞു പോകരുത്. ഈ ഒരു സമയത്തൊക്കെ ഇങ്ങനെ ഇത് ഇങ്ങനെ നമുക്കറിയാൻ പറ്റുമല്ലോ, ഇതിങ്ങനെ കളർ മാറി വരുമ്പോൾ ഫ്ലെയിം പെട്ടെന്ന് കുറക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതിൽ നിന്ന് മാറ്റാം. ഇതിപ്പോൾ ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. എന്നിട്ട് ചൂടാറിയ ശേഷം ഒരു ബ്ലെൻഡറിലോട്ട് ആക്കി കൊടുക്കാം. ഇനി ഇത് നൈസായിട്ട് അങ്ങനെ പൊടിച്ചെടുക്കണമെന്നില്ല. ചെറിയ രീതിയിലൊരു തരി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കണ്ട കേട്ടോ. അപ്പോൾ മൊത്തത്തിലിട്ട് കൊടുത്തിട്ട് പൊടിച്ചെടുക്കുക. ഇതിപ്പോൾ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് അച്ചാറുണ്ടാക്കാനായിട്ട് വലിയൊരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന നല്ലെണ്ണയാണ്, എള്ളെണ്ണയില്ലേ, എള്ളെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്ന. എന്നിട്ട് ഇത് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് കടുക്, ഏകദേശം 1 ടീസ്പൂൺ കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന കറിവേപ്പില നല്ല ഡ്രൈ ആയിട്ട് കഴുകിയെടുത്ത ശേഷം നല്ല ഡ്രൈ ആയിട്ട് ചേർത്ത് കൊടുക്കാം. ഒട്ടും വെള്ളമുണ്ടാകരുത്. ഇനി വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, ക്രഷ് ചെയ്തതാണ്, പേസ്റ്റല്ല, ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. മൊത്തത്തിൽ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി രണ്ടും കൂടെ ഒരുമിച്ച് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഒരു ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്ത ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്ത വെളുത്തുള്ളി എന്ന രീതിയിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തതൊക്കെ നമ്മൾ ഇഞ്ചിയൊക്കെ കഴുകിയെടുത്തിട്ട് അതൊക്കെ തുടച്ചിട്ട് എല്ലാം നമ്മൾ കഴുകിയെടുത്തിട്ട് അതിൻ്റെ വെള്ളമൊക്കെ തുടച്ചിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട് ഈ അച്ചാറുണ്ടാക്കുമ്പോൾ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ പുറത്തൊക്കെ വെക്കുമ്പോൾ പെട്ടെന്ന് കേടായി പോവും. ഇതിപ്പോൾ ഇതാ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലോട്ട് ഏകദേശം 125 ഗ്രാമോളം മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 100 ഗ്രാം മതി എന്നുണ്ടെങ്കിൽ 100 ഗ്രാമിനെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 125 ഗ്രാമോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ആ ഒരു കടുകും ഉലുവയും പൊടിച്ചത്, പിന്നെ അതുപോലെ മഞ്ഞൾപ്പൊടി, ഏകദേശം 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ആദ്യം ഒന്ന് ഫ്ലെയിം കുറക്കുക. ഈ ഒരു സമയത്ത് നമ്മൾ പൊടികൾ ചേർക്കുമ്പോൾ തന്നെ ഫ്ലെയിം കുറക്കണം. എന്നിട്ട് ഇത് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു പൊടികളുടെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് കുറച്ച് നേരം ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി ഇതിലോട്ട് ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്, കായപ്പൊടി. ആദ്യം തന്നെ ചേർക്കുന്നെങ്കിൽ നമ്മൾ മുളക് പൊടിയൊക്കെ ചേർക്കുന്ന സമയത്ത് തന്നെ ചേർക്കാം. ഏകദേശം 1/2 ടീസ്പൂണോളം കായപ്പൊടി ചേർത്തിട്ട് ഇതും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഫ്ലെയിം കുറക്കുക. ഈ ഒരു സമയത്ത് എല്ലാം കൂടി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന വിനീഗറാണ്. ഇനി ഇതിലോട്ട് 1 കപ്പ്, ആദ്യം ഞാൻ 1 കപ്പാണ് വിനീഗർ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് പോരാന്ന് തോന്നിയപ്പോൾ വീണ്ടും 1/2 കപ്പ് വിനീഗറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ 1.5 കപ്പ് വിനീഗറാണ്. നമ്മളിതിലോട്ട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് അച്ചാറുണ്ടാക്കുമ്പോൾ. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്ന നേരത്തെ നമ്മൾ മാങ്ങ ഉപ്പിലിട്ടില്ലേ, അപ്പോൾ അതൊരു 5 മണിക്കൂർ 6 മണിക്കൂറൊക്കെ ആകുമ്പോൾ
അതിലുള്ള വെള്ളമൊക്കെ ഇങ്ങനെ ഊറി വരും. അപ്പോൾ ഇതിൻ്റെ വെള്ളം മാത്രം ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി വേറെ വെള്ളമൊന്നും നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനില്ല. ഇനി ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. പിന്നെ നമ്മൾ ഉപ്പൊക്കെ മിക്സ് ചെയ്ത് വെച്ച മാങ്ങ ഉണ്ടല്ലോ, അപ്പോൾ അത് കാണിക്കാൻ വിട്ടു. ഈ നേരത്തെ ഇതിൻ്റെ വെള്ളം നമ്മൾ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിന്. അപ്പോൾ മാങ്ങ കണ്ടില്ല, നല്ല ഉപ്പൊക്കെ പിടിച്ച് ഞാനൊരു 5 മണിക്കൂർ വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഇതിലിനി വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ വെള്ളത്തോടെ തന്നെയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഫ്ലെയിമൊന്നും കൂട്ടി വെക്കരുത്, തിളപ്പിച്ചെടുക്കാനൊന്നുമില്ല. നന്നായിട്ട് മിക്സ് ചെയ്യുന്ന മാത്രമാണ് കേട്ടോ. ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണുള്ളത്. നന്നായി മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ തിളപ്പിച്ചെടുക്കുമ്പോൾ മാങ്ങ സോഫ്റ്റായി പോകും. അപ്പോൾ പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. ഒരു കാര്യം കൂടി ഇതിലോട്ടിന് അവസാനമായിട്ട് ചേർത്ത് കൊടുക്കാനുണ്ട്. പിന്നെ ഉപ്പൊക്കെ നല്ലോണം മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ പാകത്തിനുണ്ടോ നോക്കാം. പോരാന്നുണ്ടെങ്കിൽ നല്ലോണം മിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ, അല്ലാത്ത ആദ്യം തന്നെ ചേർത്ത് കൊടുക്കരുത്. ഈ മാങ്ങയിൽ നല്ലോണം ഉപ്പുണ്ടല്ലോ. പിന്നെ അതാ ഇതിലോട്ടിനി ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ടിനി 3 ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ അച്ചാർ കേടാവാതിരിക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 3 ടീസ്പൂൺ മാത്രമാണ്. ഇത്രയും ഈ ഒരു ക്വാണ്ടിറ്റി അളവിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ 3 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം കുറച്ച് അതിന് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു, എല്ലാം പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള അച്ചാറാണ്. ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, കാസർഗോഡ് ഉണ്ടാക്കിയെടുക്കാറുള്ള ആ ഒരു അച്ചാറിൻ്റെ റെസിപ്പി കാണിക്കുമോ എന്നുള്ളത്. ഞാൻ ഓൾറെഡി കുറേ മുന്നേ ഞാനത് ചെയ്തിട്ടുണ്ടായിന്. ഞാൻ ഒരിക്കൽ കൂടി ഞാനത് ക്ലിയർ ആയിട്ട് ഞാൻ വേറൊരു ദിവസം കാണിക്കാട്ടോ, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട്. അപ്പോൾ ഇത് വേറൊരു തനിനാടൻ കാസർഗോഡ് ഉണ്ടാക്കുന്നത് ഇങ്ങനെയല്ല, കുറച്ച് മാറ്റമുണ്ട്. മുളകൊക്കെ അരച്ചിട്ടൊക്കെയാണ് ഉണ്ടാക്കിയെടുക്കാറുള്ളത്. ഇതിപ്പോൾ ഇതാ നല്ല ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടെയ്നറിലാക്കി വെക്കാം. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നത്, നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു കണ്ടെയ്നറും എല്ലാം നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് വെയിലത്തൊക്കെ വെച്ച് ഉണക്കിയെടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ കേടായി പോവും. ഇപ്പോൾ ഇതാ ഞാൻ വലിയൊരു കണ്ടെയ്നറിലോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിലോട്ട് തന്നെ മാറ്റാനായിട്ട്. പിന്നെ വേറെ 2 ചെറിയ കണ്ടെയ്നറിലും കൂടെ ഇട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ വലിയ കണ്ടെയ്നറിലുള്ളത് നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ മതി, എല്ലാം പുറത്ത് തന്നെ വെക്കണ്ട. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള അച്ചാറാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്